ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ചൈനീസ് പൊക്കവട, അതായത് ക്യാബേജ് പൊക്കവട ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ്, പക്ഷേ ഞാനിതിലൊരു 2-3 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. യു വിൽ ലവ് ഇറ്റ്. അതിനായിട്ട് നമുക്ക് ആദ്യം ക്യാബേജ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ചെറുതാക്കണം എന്നില്ല, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം 2.5 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പൊടികളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇതിലും ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു, അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഒന്ന് മാറ്റം വരുത്തണേ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്. പക്ഷേ കോൺഫ്ലോർ ഇവിടെ തീർന്നു പോയി, ഞാനത് ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ നമ്മുടെ നൈസായിട്ടുള്ള അരിപ്പൊടിയും കൂടി വെച്ചിട്ട് ആ 4 ടേബിൾ സ്പൂൺ അങ്ങോട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കാം. അരിപ്പൊടി ഇട്ടപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1/4 കപ്പ് നമുക്ക് ടോട്ടലി കോൺഫ്ലോർ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 1 കപ്പോളം മൈദ വേണം. ഓക്കെ, പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് തന്നെ കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ അവളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ കൈ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തേക്കും കറക്റ്റായിട്ട് തിരുമ്മി പിടിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് ആവുന്നത്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിക്ക് എത്തിക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1.5 ടീസ്പൂൺ വിനീഗർ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇനി ഒരു 2-3 സംഭവങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാം. അതേപോലെ 1 ടീസ്പൂൺ ഞാൻ പെരുംജീരകം ചേർക്കുന്നുണ്ട്, അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ തന്നെ സോയ സോസാണ്. അപ്പോൾ സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ടേസ്റ്റിനെ വ്യത്യാസപ്പെടുത്തുന്നത്. സാധാരണ നമ്മുടെ പൊക്കവടയിൽ നിന്നും ഇങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾക്കൊരു ചൈനീസ് ടേസ്റ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ചൈനീസ് ടേസ്റ്റൊന്നുമല്ല. നമ്മൾ പിന്നെ എന്തുണ്ടാക്കുമ്പോഴും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ലോ. പിന്നെ എനിക്ക് ലാസ്റ്റ് നോക്കിയപ്പോഴേ കുറച്ച് എരിവ് കുറവുള്ള പോലെ തോന്നിയിടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. ഇതൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് കേട്ടോ എടുക്കുന്നത്, കാരണം നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ റീയൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വരും നമ്മളിതെല്ലാം ഇട്ട് കഴിയുമ്പോഴേക്കും. എന്നാലും ഒരുപാട് എണ്ണയിൽ ഞാനങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ഒരു 8-10 എടുത്തിട്ട് ഇങ്ങനെ നുള്ളി ഇടുകയാണ്. നിങ്ങൾക്കതും സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെപ്പോഴും നമ്മൾ അപ്പം തന്നെ ഉടനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കരുത്. അത്യാവശ്യം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷം നമ്മളിത് ഇടുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കേസാണ്. പിന്നെ ഇതങ്ങനെ വലുതായിട്ട് പൊട്ടിപ്പോവുമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ആദ്യമേ കുത്തി ഇളക്കാതെ ഇരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ മല്ലിയില നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടുത്താം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ സോസസ് ഒന്ന് ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ചോറിൻ്റെ ഒപ്പം കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ടിഫിൻ ബോക്സ് ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. എന്നിട്ട് എപ്പോഴാണോ ഫ്രൈ ചെയ്യേണ്ടത്
അതിൻ്റെ തൊട്ട് മുമ്പ് പുറത്തേക്ക് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.